ഇന്നും നടി നവ്യ നായർ ബാലാമണി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. ഇത്രയധികം ആരാധകരാണ് നവ്യയ്ക്കുള്ളത്. സിനിമയിലെത്തിയ തുടക്കകാലത്ത് തന്നെ നല്ല സിനിമകളുടെ ഭാഗമാവാൻ നടിക്ക് സാധിച്ചിരുന്നു. ഇതിലൂടെ വീട്ടമ്മമാരുടെ ഇഷ്ടം നേടിയെടുക്കാനും കഴിഞ്ഞു. മാത്രമല്ല നവ്യയെ സ്നേഹിക്കുന്ന നിരവധി യുവാക്കളുമുണ്ട്. അത്തരത്തിൽ തന്നെ ഇഷ്ടമാണെന്നും കൂടെ ഇറങ്ങി വരണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വന്നൊരു ആരാധകൻ ഉണ്ടെന്ന് പറയുകയാണ് നവ്യ ഇപ്പോൾ. ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ആരാധകരുടെ സ്നേഹം കൂടുതലായാൽ ഉള്ള കുഴപ്പത്തെക്കുറിച്ച് നടി പറഞ്ഞത്. തുടക്കകാലത്ത് അച്ഛനാണ് ഫോൺ ഉണ്ടായിരുന്നത്. ആരൊക്കെ വിളിച്ചാലും അച്ഛനാണ് സംസാരിച്ചിരുന്നത്. പിന്നീട് 12 വർഷത്തോളം ഞാൻ അഭിനയത്തിൽ നിന്ന് മാറി നിന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പലതും ഞാൻ അറിഞ്ഞു തുടങ്ങി. അഭിമുഖങ്ങൾ കണ്ടിട്ട് പ്രചോദനമായി എന്നൊക്കെ പറഞ്ഞ് ആരാധകർ മെസ്സേജ് അയക്കാറുണ്ടെന്ന് നവ്യ പറയുന്നു. പിന്നെ പണ്ട് നവ്യയെ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ മെസ്സേജ് വരാറുണ്ടെന്ന് നവ്യ പറയുന്നു. ആരാധകർ എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ആളുകളുണ്ട്. തൻ്റെ രൂപം കയ്യിൽ ടാറ്റൂ ചെയ്തിട്ടുള്ള ആളുകൾ മുതൽ ചോര കൊണ്ട് കത്തെഴുതി കൊണ്ട് വന്നവർ വരെയുണ്ട്. അങ്ങനെയൊരാൾ വീട്ടിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയതിനെ പറ്റിയും നവ്യ പറയുന്നു. അയാളുടെ കൂടെ ഒളിച്ചോടി പോകണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞൊരു കത്തും ഉണ്ടായിരുന്നതായി നടി പറയുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത്. ഗേറ്റിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഡ്രൈവറാണ് സംസാരിച്ചത്. പിന്നെ അച്ഛനോട് പറഞ്ഞു. അയാളെ ഞാൻ കണ്ടിട്ടില്ല, അച്ഛനാണ് സംസാരിച്ചത്. അയാൾ അവകാശപ്പെടുന്നത് ചോരയിൽ എഴുതിയ കത്താണെന്നൊക്കെയാണ്. അതിനോടൊപ്പം വേറൊരു എഴുത്തുകൂടി അയാളുടെ കയ്യിലുണ്ട്. അത് ഞാൻ എഴുതിയതാണെന്നാണ് പുള്ളി പറയുന്നത്. ആ കത്ത് താനാണ് എഴുതിയതെന്ന് അയാൾ അവകാശപ്പെടുന്നുവെന്ന് നവ്യ പറയുന്നു. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകണം, അതല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതി അയാൾക്ക് അയച്ച കത്താണെന്ന് അദ്ദേഹം പറയുന്നു. അയാളൊരു ഫ്രോഡാണെന്ന് ആദ്യമേ മനസ്സിലായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുന്നില്ല. എന്നെ കല്യാണം കഴിക്കണം, നവ്യയെ കൂടെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞരമ്പ് മുറിച്ച് മരിക്കും, ഇത് ചതിയാണ്, എന്നെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നു. അവസാനം തന്നെ ഒന്ന് കണ്ടാൽ മതിയെന്ന് വരെ പുള്ളി പറഞ്ഞു നോക്കിയെങ്കിലും അയാളെ പറഞ്ഞു വിട്ടു. ഇന്നായിരുന്നു അത് സംഭവിച്ചതെങ്കിൽ അത് വലിയ വാർത്തയായി മാറിയേനെ എന്നും നവ്യ പറയുന്നു.